പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായതോടെ നിലമ്പൂരിൽ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുന്നു മുന്നണികൾ. നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കമെന്ന LDF ആരോപണം കൂട്ടത്തോടെ തള്ളുകയാണ് UDF നേതാക്കൾ. UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ കണ്ടുവച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് NDA ക്യാമ്പ്. ഇടത് സ്ഥാനാർത്ഥി M സുരാജ് ഇന്ന് സ്വന്തം പഞ്ചായത്തായ പോത്തുകലിലൂടെയാണ് പര്യടനം നടത്തിയത്. നിലമ്പൂരിലെ കാലാവസ്ഥ തണുത്തതാണെങ്കിലും മണ്ഡലത്തിൽ വീറും വാശിയും നിറഞ്ഞ മത്സരമാണ് നടക്കുന്നത്. അതിരാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിലാണ്. LDF UDF സ്ഥാനാർത്ഥികൾ പോത്തുകല്ല് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പര്യടനം നടത്തിയത്. പഞ്ചായത്ത് തല പര്യടനത്തിന് UDF ഇന്ന് തുടക്കം കുറിച്ചു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് LDF. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ NDA സ്ഥാനാർത്ഥിയും PV അൻവറും വ്യക്തികളെയും മതമേലധ്യക്ഷന്മാരെയും പ്രമുഖരെയും കാണുന്ന തിരക്കിലാണ്. ഇരുവരുടെയും കൺവെൻഷനുകൾ അടുത്ത ദിവസം ആരംഭിക്കും. മാറി മാറി വരുന്ന കാലാവസ്ഥ മണ്ഡലത്തിലെ പ്രചാരണത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊന്നും വകവെക്കാതെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും മുന്നോട്ട് പോകുന്നത്. വിവാദങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് സ്ഥാനാർത്ഥികൾ. മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 നിലമ്പൂർ. അപ്പോൾ അങ്ങനെ അന്തിമ ലാപ്പിൽ 14 പേരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അപരന്മാരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 14 പേർ നിലമ്പൂരിൽ മത്സരിക്കുന്നു.